ചിന്ത, ഓർമ്മ, പഠനം ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഓരോ കളികളാണ് അല്ലേ? ഭയങ്കര രസമാണ് ആലോചിക്കുമ്പോൾ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മാനസിക പ്രവർത്തനങ്ങളൊന്നും നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോ പിന്നെ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? നിങ്ങളുടെ ആ കോഗ്നിറ്റീവ് സൈക്കോളജി നോട്ടുകളിലെ പ്രത്യേകിച്ച് ആ 1ാം യൂണിറ്റിലെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു ഡിറ്റക്റ്റീവ് പണി, അതായത് ഗവേഷണം, എങ്ങനെയാണെന്നൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. നല്ല ആശയമാണ്. ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ഉപയോഗിക്കുന്ന പ്രധാന രീതികൾ, പിന്നെ ഈ പഠനമേഖല മറ്റു വിഷയങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തൊരു ലക്ഷ്യം. അപ്പോ ആദ്യമേ ചോദിക്കട്ടെ, ഈ ഗവേഷകർ എന്തിനാണ് ശരിക്കും ഇങ്ങനെയൊക്കെ പഠനങ്ങൾ നടത്തുന്നത്? വെറുതെ കുറെ ഡേറ്റ കളക്ട് ചെയ്യുക എന്നതിനപ്പുറം എന്താണിതിന്റെയൊക്കെ ഒരു യഥാർത്ഥ ഉദ്ദേശം? അത് നല്ലൊരു ചോദ്യമാണ്. വെറുതെ വിവരങ്ങൾ ശേഖരിക്കുക എന്നല്ല കാര്യം. തീർച്ചയായും വിവരശേഖരണം, അതിന്റെ വിശകലനം, സിദ്ധാന്തങ്ങളുണ്ടാക്കുക, ചില അനുമാനങ്ങൾ രൂപപ്പെടുത്തുക, അതൊക്കെ ടെസ്റ്റ് ചെയ്യുക, പിന്നെ പ്രായോഗികമായി ഉപയോഗിക്കുക, ഇതൊക്കെ ലക്ഷ്യങ്ങൾ തന്നെ. ഓക്കെ. പക്ഷെ അതിലുമൊക്കെ ഉപരിയായിട്ട് ഈ കാണാൻ പറ്റാത്ത നമ്മുടെ ചിന്തയുടെ എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ശ്രമം. നമ്മൾ കാണുന്ന പെരുമാറ്റങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കിട്ടുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യുക്തിപരമായ ചില നിഗമനങ്ങളിലെത്തുക, ഇൻഫറൻസ് എന്ന് പറയും. അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. അപ്പോ ഈ കാണാമറയത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവരെന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ നോട്ടുകളിൽ പലതരം ഗവേഷണ രീതികളെപ്പറ്റി പറയുന്നുണ്ടല്ലോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ ലാബിൽ വെച്ച് നടത്തുന്ന നിയന്ത്രിത പരീക്ഷണങ്ങൾ, അതായത് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, അതെന്താണ് സംഭവം? കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വളരെ അടിസ്ഥാനപരമായൊരു രീതിയാണ്. ഒരു കാര്യം നമ്മളതിനെ സ്വതന്ത്രചരം അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. അത് മറ്റൊന്നിനെ, അതായത് ആശ്രിതചരം അഥവാ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ ഈ രീതി സഹായിക്കും. ഉദാഹരണത്തിന്, ഇപ്പോ ഓർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പഠിക്കാൻ കൊടുത്താൽ വാക്കുകൾ ഓർത്തെടുക്കുന്നതിൽ വ്യത്യാസം വരുമോ എന്ന് നോക്കുന്നത് ഒരു പരീക്ഷണമാണ്. ഇവിടെ ഏറ്റവും പ്രധാനം 2 കാര്യങ്ങളാണ്. ഒന്ന്, പരീക്ഷണ സാഹചര്യം നമ്മൾ കൃത്യമായി നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത മറ്റു ഘടകങ്ങളൊന്നും പഠനത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. ശരി. 2, പഠനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ യാദൃച്ഛികമായി പല ഗ്രൂപ്പുകളിലേക്ക് മാറ്റണം. റാൻഡം അസൈൻമെന്റ് എന്ന് പറയും. റാൻഡം അസൈൻമെന്റ്, അത് നിങ്ങളുടെ നോട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതെന്തിനാണ് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്? അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഓർമ്മയുടെ കാര്യത്തിലോ മറ്റ് കഴിവുകളിലോ വലിയ വ്യത്യാസങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ പഠനം കഴിഞ്ഞ് നമ്മൾ കാണുന്ന വ്യത്യാസം, അത് നമ്മൾ കൊടുത്ത ആ പഠന രീതിയുടെ വ്യത്യാസം, സ്വതന്ത്രചരം കൊണ്ട് തന്നെ ഉണ്ടായതാണെന്ന് നമുക്ക് കൂടുതൽ ഉറപ്പോടെ പറയാൻ പറ്റും. അപ്പൊ കാരണം ഫലം, ആ കൊസാലിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലേ? അതെ. അതിനാണ് ഈ നിയന്ത്രണവും റാൻഡം അസൈൻമെന്റും സഹായിക്കുന്നത്. കൊള്ളാം. ഇനി അടുത്തത്, തലച്ചോറും ചിന്തയും തമ്മിലുള്ള ബന്ധം. അതെപ്പോഴും എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സൈക്കോബയോളജിക്കൽ ഗവേഷണം, സൈക്കോബയോളജിക്കൽ റീസർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ നോട്ടിൽ ഈ പെറ്റ് MRI സ്കാനുകളുടെയൊക്കെ പടം കാണുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഈ പഠനത്തിന് സഹായിക്കുന്നത്? തീർച്ചയായും. നമ്മുടെ ചിന്തയുടെയും ഓർമ്മയുടെയും ഒക്കെ ഭൗതികമായ അടിസ്ഥാനം തലച്ചോറാണല്ലോ. അപ്പോൾ അതിന്റെ പ്രവർത്തനം പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പണ്ടൊക്കെ മരണാനന്തരമുള്ള തലച്ചോറ് പഠിക്കുക, അല്ലെങ്കിൽ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം പറ്റിയ ആളുകളെ പഠിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു പ്രധാന വഴികൾ. നിങ്ങളുടെ നോട്ടിലെ ആ HM, RB ഒക്കെ അങ്ങനെയുള്ള കേസുകളല്ലേ? അതെ, HM ഒക്കെ ക്ലാസിക് ഉദാഹരണങ്ങളാണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിപ്പോകാമ്പസ്, എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആ പഠനങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശരി. ധാരണ പ്രവർത്തിക്കുന്ന തലച്ചോറിനെ പഠിക്കാൻ PET, പോസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി, FMRI, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് പോലുള്ള ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കുകളുണ്ട്. ഒരാളൊരു പ്രത്യേക ജോലി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, തലച്ചോറിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ സജീവമാകുന്നത്, എവിടേക്കാണ് കൂടുതൽ രക്തമൊഴുകുന്നത്, FMRI ആണെങ്കിൽ, അല്ലെങ്കിൽ ഊർജം ഉപയോഗിക്കപ്പെടുന്നത് PET ആണെങ്കിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഓക്കെ. അപ്പൊ ആക്ടിവിറ്റി എവിടെ നടക്കുന്നു എന്ന് കാണാൻ പറ്റും. അതെ, എവിടെ നടക്കുന്നു എന്നുള്ള ആ ഒരു സ്പേഷ്യൽ ഡീറ്റെയിൽ കിട്ടും.
പക്ഷേ ചിന്തയുടെ അത്രയും വേഗത്തിൽ ഈ മാറ്റങ്ങൾ കാണിക്കാൻ ഇതിന് ചിലപ്പോൾ പരിമിതികളുണ്ട്. മനസ്സിലായി. അപ്പോ ഈ HMനെ പോലെയുള്ള ആളുകളെ ആഴത്തിൽ പഠിക്കുന്നത് അതൊരു കേസ് സ്റ്റഡിയല്ലേ? അതും ഒരു പ്രധാന രീതിയാണല്ലോ. സ്വയം റിപ്പോർട്ടുകൾ, അതുപോലെ ആളുകളെ അവരുടെ സാധാരണ ചുറ്റുപാടിൽ നിരീക്ഷിക്കുന്ന സ്വാഭാവിക നിരീക്ഷണം, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഇതൊക്കെ മറ്റൊരു തരത്തിലുള്ള പ്രധാന രീതികളാണ്. ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്താണ് പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി? പ്രധാനമായും നമുക്ക് വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള വിശദമായ വിവരങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് കേസ് സ്റ്റഡിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ, അനുഭവങ്ങളെയൊക്കെ സമഗ്രമായി പഠിക്കാൻ പറ്റും. അപൂർവമായി കാണുന്ന ചില മാനസിക അവസ്ഥകളെക്കുറിച്ചോ കഴിവുകളെക്കുറിച്ചോ ഒക്കെ പഠിക്കാൻ ഇത് വളരെ നല്ലതാണ്. പരീക്ഷണങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നിയന്ത്രണം കുറവായിരിക്കും. ശരിയാണ്. പക്ഷേ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന വിവരങ്ങൾ കിട്ടും. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും ഇത് സഹായിക്കും. കൊള്ളാം. ഇനിയിപ്പോ കമ്പ്യൂട്ടറുകളുടെ കാര്യമെടുത്താലോ? മനസ്സിനെ മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ നോട്ടില് കമ്പ്യൂട്ടർ സിമുലേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ സിമുലേഷൻസ് ആൻഡ് AI ഒക്കെ പറയുന്നുണ്ടല്ലോ. അതും രസകരമായ ഒരു മേഖലയാണ്. കമ്പ്യൂട്ടർ സിമുലേഷനുകളിൽ നമ്മൾ ചെയ്യുന്നത് മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ്, ഉദാഹരണത്തിന് ഓർമ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു സിദ്ധാന്തമെടുത്ത് അതിനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് എഴുതിയുണ്ടാക്കും. എന്നിട്ട് ആ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കും അത് മനുഷ്യന്റെ പെരുമാറ്റവുമായി സാമ്യമുണ്ടോ എന്ന്. ഒരു മോഡലുണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ. അതെ, സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ ലക്ഷ്യം മനുഷ്യനെപ്പോലെ ബുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള യന്ത്രങ്ങളെ ഉണ്ടാക്കുക എന്നതാണ്. ഈ രണ്ട് സമീപനങ്ങളും മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ പലപ്പോഴും മനസ്സിന്റെ ഒരു രൂപകമായിട്ട് പോലും കാണാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം പോലെയല്ല മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു ഉപകരണം അല്ലെങ്കിൽ ഒരു മോഡൽ മാത്രമാണ്. ഓക്കേ. അപ്പൊ ഈ പറഞ്ഞ പരീക്ഷണങ്ങൾ, തലച്ചോറ് പഠനങ്ങൾ, കേസ് സ്റ്റഡികൾ, കമ്പ്യൂട്ടർ മോഡലുകൾ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പഠനശാഖയല്ല എന്നാണ്. അല്ലേ? നിങ്ങളുടെ നോട്ടിൽ അവസാന ഭാഗത്ത് കോഗ്നിറ്റീവ് സയൻസ് എന്നൊരു വലിയ ഫീൽഡിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ഒറ്റയ്ക്കല്ല, അത് കോഗ്നിറ്റീവ് സയൻസ് എന്ന ഒരു വലിയ, ഒരു സർവ്വവിദ്യാകാര പഠനമേഖലയുടെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോഗ്നിറ്റീവ് സയൻസിൽ വരുന്നത്? അതിൽ കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോബയോളജി അഥവാ ന്യൂറോ സയൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഫിലോസഫി അഥവാ തത്വശാസ്ത്രമുണ്ട്, ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, നരവംശശാസ്ത്രം, ആന്ത്രോപോളജി ഒക്കെ ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ ഒരുമിച്ച് ശ്രമിക്കുന്നു. ഓക്കെ. അപ്പൊ പല ആംഗിളിൽ നിന്ന് ഒരേ വിഷയത്തെ നോക്കുന്നു. അതെ, ഓരോന്നിനും അതിൻ്റേതായ രീതികളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിനെക്കുറിച്ച് കൂടുതൽ പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കുന്നത്. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളെന്ന് ചുരുക്കി പറഞ്ഞാൽ, മനസ്സിന്റെ ആ കാണാൻ പറ്റാത്ത പ്രവർത്തനങ്ങളെ, ചിന്തയെയും ഓർമ്മയുമൊക്കെ പഠിക്കാൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലാബിലെ സൂക്ഷ്മമായ പരീക്ഷണങ്ങൾ മുതൽ. അതെ, തലച്ചോറിന്റെ പ്രവർത്തനം നേരിട്ട് നോക്കുന്ന ബ്രെയിൻ ഇമേജിംഗ് പോലുള്ള രീതികൾ. പിന്നെയോ ഒരാളെ തന്നെ ആഴത്തിൽ പഠിക്കുന്ന കേസ് സ്റ്റഡികൾ, കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ടാക്കുന്നതുവരെ പലതും. ശരിയാണ്. ഇതിന്റെയെല്ലാം പ്രധാന ലക്ഷ്യം ചിന്തയുടെ ആ എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. അതെ, ഇതെല്ലാം കോഗ്നിറ്റീവ് സയൻസ് എന്ന ഒരു വലിയ കുടക്കീഴിൽ വരുന്ന പഠനങ്ങളാണെന്നും നമ്മൾ കണ്ടു. അതെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത്രയധികം വ്യത്യസ്തമായ രീതികളും സാങ്കേതിക വിദ്യകളുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ടും ചിന്ത പോലെ ഇത്രയും സങ്കീർണമായ ഒന്നിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിയാണ്. ഈ ഓരോ രീതികളും, പരീക്ഷണങ്ങളായാലും സ്കാനുകളായാലും കേസ് സ്റ്റഡികളായാലും നമുക്ക് തരുന്നത് ആ വലിയ ചിത്രത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരും, ഇത്ര വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്നുള്ള തെളിവുകളെ നമ്മൾ എങ്ങനെയാണ് ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് മനസ്സിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രമുണ്ടാക്കേണ്ടത്?
ഈ കാണാൻ പറ്റാത്ത മനസ്സിനെ പഠിക്കുമ്പോൾ ഏത് തരത്തിലുള്ള തെളിവുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോധ്യം നൽകുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.